കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ വിജയം സുനിശ്ചിതമെന്ന് സ്ഥാനാർത്ഥി VN വാസവൻ. വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പിറവം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ഭൂരിപക്ഷം നേടും. UDFന്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കി അവരുടെ ഭൂരിപക്ഷം നാമമാത്രമായി കുറയ്ക്കാനാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജനഹിതം പെട്ടിക്കുള്ളിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി മുന്നണികൾ കണക്കുകൾ കൂട്ടുന്നതിൻ്റെയും കിഴിക്കുന്നതിൻ്റെയും എല്ലാം തിരക്കുകളിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു പോളിംഗ് ശതമാനം മുൻകാലത്തെ അപേക്ഷിച്ച് 5% വർധന കോട്ടയം മണ്ഡലത്തിലുണ്ടായിരിക്കുന്നു. ഇത് ഇടതുപക്ഷം ഇതിനെ ഏത് തരത്തിലാണ് ഈ പോളിംഗ് ശതമാന നിരക്ക് ഉയർന്നതും അതിൻ്റെ ഒരു വിജയപ്രതീക്ഷയും എല്ലാം തന്നെ പങ്കുവെക്കുന്നു? പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവോ കുറവോ ആസ്പദമാക്കി മാത്രം വിജയപരാജയത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വന്നിട്ടുള്ള പോളിംഗ് വർധനവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായിട്ടുള്ളത് വൈക്കം നിയോജകമണ്ഡലത്തിലാണ്. ആ വൈക്കം നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ വർധനവ് സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ ഏറ്റുമാനൂരും കോട്ടയത്തും ആ വർധനവ് വന്നിട്ടുണ്ട്. അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായി വരുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു ട്രെൻഡ് അനുസരിച്ച് തുടക്കം മുതൽ തന്നെ ആവേശകരമായ അനുഭവമായിരുന്നു മണ്ഡലത്തിലെവിടെയും എങ്ങും പ്രകടമായത്. അത് അവസാനം വരെ നിലനിർത്താൻ കഴിഞ്ഞിരുന്നു എന്നതാണ് മത്സര രംഗത്ത് എനിക്ക് അനുഭവപ്പെട്ട ഓരോ രംഗത്തെയും പ്രവർത്തകരുടെയും അതുപോലെ മറ്റ് വോട്ടർമാരുടെയും മനോഭാവവും അവരുടെ നീക്കങ്ങളുമെല്ലാം. അതെല്ലാം വെച്ച് പരിശോധിച്ചാൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം സംഘടിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പോളിംഗിന് ശേഷമുള്ള പൊതുസ്ഥിതി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇടതുപക്ഷം ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെ? ഒപ്പം കേരള കോൺഗ്രസിൻ്റെ ചില കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ കടുത്തുരുത്തി പോലുള്ള കേന്ദ്രങ്ങൾ, അവിടെ എല്ലാം തന്നെ വോട്ടിംഗ് ശതമാനം വലിയ ഉയർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചെല്ലാം തന്നെ നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇടതുപക്ഷം എവിടെയൊക്കെയാണ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത്? ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പം എത്താൻ പറ്റും? എവിടെയൊക്കെ UDFന്റെ ലീഡ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ് LDFനുള്ളത്? ഇപ്പോൾ വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പിറവം മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിപക്ഷം നേടും. അതേസമയത്ത് UDF കോട്ടകളാണെന്ന് അവർ അവകാശപ്പെടുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ UDFന്റെ കോട്ടകൾ തകർക്കും. അവരുടെ ഭൂരിപക്ഷങ്ങൾ വളരെ പിന്നോക്കം കൊണ്ടുവന്ന് അത് ചില സ്ഥലത്ത് നാമമാത്രമാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അത് തന്നെ ഈ മണ്ഡലത്തിലെ വിജയത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി മാറും. അതുകൊണ്ട് ആരുടെയും കുത്തകയല്ല കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലമെന്ന് ആവർത്തിച്ചുറപ്പിച്ച് സ്ഥിരീകരിക്കുന്ന റിസൾട്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവൻ. എന്തായാലും വലിയ ഒരു വിജയം ആണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു അട്ടിമറി വിജയത്തിലേക്ക് ഇടതുപക്ഷം നീങ്ങും എന്നുള്ള കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ക്യാമറാമാൻ സാംജിത്ത് ആർപ്പൂക്കരോടൊപ്പം പാമ്പാടിയിൽ നിന്നും TP പ്രശാന്ത്.